സോഷ്യൽ മീഡിയ നിറയെ എമ്പുരാനാണ്. മോഹൻലാലിന്റെ എമ്പുരാന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് അഭൂതപൂർവമായ വരവേൽപ്പാണ് ലഭിക്കുന്നത്. എമ്പുരാന്റെ മുന്നിൽ പല ടിക്കറ്റ് ബുക്കിംഗ് റെക്കോർഡുകളും തകരുകയാണ്. ബുക്ക് മൈ ഷോയിൽ ആദ്യത്തെ 1 മണിക്കൂറിലെ ടിക്കറ്റ് ബുക്കിംഗിൽ 2ാം സ്ഥാനത്താണ് എമ്പുരാൻ. ബുക്ക് മൈ ഷോയിലെ ആദ്യത്തെ 1 മണിക്കൂറിലെ ടിക്കറ്റ് ബുക്കിംഗ് കളക്ഷനിൽ 6 സ്ഥാനങ്ങളിൽ ഉള്ള ചിത്രങ്ങൾ ടു ദ റൂൾ, എമ്പുരാൻ, കൽക്കി, ജവാൻ, ലിയോ, അനിമൽ എന്നിവയാണ്. ലൂസിഫറിന്റെ 2ാം ഭാഗമായി എമ്പുരാൻ സിനിമ മാർച്ച് 27-ന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി അബ്രാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല 2ാം ഭാഗമായ എമ്പുരാനിൽ പ്രാധാന്യം എന്ന റിപ്പോർട്ടുണ്ട്. ഖുറേഷി അബ്രാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഖുറേഷി അബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എമ്പുരാൻ സ്റ്റൈലിഷ് സിനിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധന ഇന്ദ്രജിത്ത്, ജിതിൻ രാംദാസ്, ടൊവിനോ തോമസ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായും ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഛായാഗ്രാഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ്. മലയാളത്തിന് പുറത്തെയും താരങ്ങൾ മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകും. ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടപ്പോൾ അത് വ്യക്തമായിരുന്നു. സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ആരാധകർക്ക് സർപ്രൈസായി രാത്രി 12 മണിക്കാണ് 3 മിനിറ്റ് 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ മലയാളം ട്രെയിലർ എത്തിയത്. ഇതിനോടകം 17 ലക്ഷം ആളുകൾ ട്രെയിലർ കണ്ടുകഴിഞ്ഞു. തുടർന്ന് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലെയും ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. അബ്രാം ഖുറേഷിയും സെയ്ദ് മസൂദും നിറഞ്ഞു നിൽക്കുമ്പോൾ ചുവന്ന ഡ്രാഗൺ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന കഥാപാത്രത്തിന്റെ മുഖം ട്രെയിലറിലും കാണിക്കുന്നില്ല. ഹോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള മേക്കിംഗ് ശൈലിയാണ് സിനിമയുടേതെന്ന് ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാണ്. കലാഭവൻ, ഷാജോൺ അടക്കമുള്ള താരങ്ങളെയും ട്രെയിലറിൽ കാണാം. അതായത് ലൂസിഫർ സിനിമയിലേതടക്കമുള്ള ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ എമ്പുരാനിലും ഉണ്ടാകും. തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എമ്പുരാൻ മാർച്ച് 27-ന് ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തും. മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്നത്. എമ്പുരാൻ സിനിമ കർണാടകയിൽ വിതരണത്തിനെത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹൂംബാലെ ഫിലിംസ് ആണ്. നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിനെടുത്തിരിക്കുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലുള്ള എ ഫിലിംസ് ആണ്. ആന്ധ്ര, തെലങ്കാനയിൽ ദിൽരാജുവും SVC റിലീസും ചേർന്നാണ് വിതരണം. സൈബബ് സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്നിവരാണ് ഓവർസീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഖുറേഷി അബ്രാം, സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോം ഫ്ലിൻ, ബൈജു സായ്കുമാർ, ആൻഡ്രിയ ടിവാഡർ, അഭിമന്യു സിംഗ്, സാനിയ അയ്യപ്പൻ, ഫാസിൽ, സച്ചിൻ ഖഡ്കർ, നൈല ഉഷ, ജിജു ജോൺ, നന്ദു, മുരുകൻ മാർട്ടിൻ, ശിവജി ഗുരുവായൂർ, മണിക്കുട്ടൻ, അനീഷ് ജി മേനോൻ, ശിവദ, അലക്സ് ഒനിൽ, എറിക് എബനി, കാർത്തികേയ ദേവ്, മിഹൈലി നോവിക്കോവ്, കിഷോർ സുഗാന്ത്, ബെഹ്സാദ് ഖാൻ, നിഖാദ് ഖാൻ തുടങ്ങിയവരെല്ലാം പല റോളുകളിൽ എത്തുന്നുണ്ട്. എന്നാൽ ഈ സിനിമയിൽ മറ്റൊരു സർപ്രൈസ് എൻട്രി എത്തുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അത് ഫഹദ് ആണോ ദുൽഖർ ആണോ എന്നാണ് ഇനി അറിയാനുള്ളത്. പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്ററിന്റെ റിലീസാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ആരാണ് അടുത്ത സർപ്രൈസ് എൻട്രി, അത് വില്ലനാണോ നായകനാണോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ.